മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. യേശുവിൽ പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് ഒരു പുതിയ പ്രഭാതം കൂടി നമുക്ക് നൽകിയിരിക്കുകയാണ്. കർത്താവിൻ്റെ വചനം പറയുന്നു, ദൈവത്തിൻ്റെ സ്നേഹം ഓരോ പ്രഭാതത്തിലും പുതിയതത്രേ. പുതിയ സ്നേഹത്തോടെ, പുതിയ കരുതലോടെ ദൈവം ഈ ദിനത്തിലേക്ക് നമ്മെ കരം പിടിച്ചാനയിക്കുകയാണ്. ദൈവത്തിൻ്റെ സ്നേഹത്തെ, കാരുണ്യത്തെ തിരിച്ചറിഞ്ഞ് തമ്പുരാൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ ജീവിതത്തെ, ജീവിത നിയോഗങ്ങളെ, ഈ ദിനത്തിൻ്റെ അധ്വാനങ്ങളെ, പരിശ്രമങ്ങളെ, നാം നടത്തുന്ന യാത്രകളെ എല്ലാം സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ മറിയമാണ് പ്രഭാത വിരുന്ന് ശുശ്രൂഷയുടെ സ്വർഗീയ മധ്യസ്ഥ. തീർച്ചയായും അമ്മയോട് ചേർന്നുള്ള പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായി മാറുവാൻ ശക്തിപ്പെടുത്തുന്നത്. അമ്മയുടെ വിമല ഹൃദയത്തോട് TV സ്ക്രീനിന് മുമ്പിലായിരുന്ന വചനം കേട്ടുകൊണ്ടിരിക്കുന്ന അനേകായിരങ്ങളെയും ഈ ശുശ്രൂഷയുടെ ഒരുക്കത്തിനു വേണ്ടി അഹോരാത്രം പണിയെടുക്കുന്ന എല്ലാ പ്രേക്ഷിതരെയും പ്രത്യേകം നമുക്ക് സമർപ്പിച്ച് അമ്മയുടെ മാധ്യസ്ഥം നമുക്ക് യാചിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനം ദൈവമായ കർത്താവ് നമുക്ക് നൽകുന്ന തിരുവചനങ്ങൾക്കായി നമ്മുടെ ഹൃദയങ്ങളെ, മനസ്സുകളെ പ്രാർത്ഥനാപൂർവ്വം നമുക്ക് ഒരുക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാരൂപിയോട് വചനം കേൾക്കാനും വചനത്തിന് ഫലം നൽകാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി നമുക്ക് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ജീവിത വ്യഗ്രതകളാൽ നിറഞ്ഞ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക് പരിശുദ്ധാത്മാവേ നീ കടന്നു വരണമേ. ശ്രദ്ധയോടെ, ഹൃദയ ഒരുക്കത്തോടെ വചനം കേട്ട് അനുഗ്രഹീതരാകുവാൻ പരിശുദ്ധാത്മാവേ നീ ഞങ്ങളിൽ വന്ന് നിറയണമേ. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ പ്രത്യേക നിയോഗമായ എല്ലാ യുവജനങ്ങൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സെപ്റ്റംബർ 7-ാം തീയതി പരിശുദ്ധ ലിയോ പാപ്പ 2 യുവാക്കളെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. ഒന്ന് വിശുദ്ധ കാർലോ അക്യൂത്തിസും രണ്ടാമത്തെ വിശുദ്ധൻ വിശുദ്ധ ജോർജിയോ ഫ്രാസേറ്റിയുമാണ് വിശുദ്ധ പദവിയിലേക്ക് പരിശുദ്ധ ലിയോ പാപ്പ ഉയർത്തിയത്. കേവലം 14 വർഷവും 24 വർഷവും മാത്രം ലോകത്തിൽ ജീവിച്ച 2 യുവാക്കളാണ് ഈ 2 പേരും. വിശുദ്ധി ഇന്നും കാലഘട്ടത്തിന് അന്യമായിട്ടില്ല എന്ന് ഈ വിശുദ്ധരിലൂടെ തിരുസഭ ലോകത്തോട് പ്രഘോഷിക്കുകയാണ്. യുവജനങ്ങൾക്ക് ഈ വലിയ വിളി ഇന്ന് ദൈവത്തിൻ്റെ കരുണയാൽ ലഭിക്കുവാൻ നമുക്ക് ഈ ദിനം പ്രത്യേക നിയോഗമായി ദൈവസന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. വിശുദ്ധ ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായം 35 മുതൽ 43 വരെയുള്ള തിരുവചനങ്ങളാണ് ദൈവമായ കർത്താവ് ഈ ദിനം വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായി നമുക്ക് നൽകുന്നത്. പ്രാർത്ഥനയോടെ നമുക്ക് തിരുവചനങ്ങൾക്കായി കാതോർക്കാം. അവൻ ജെറിക്കോയെ സമീപിച്ചപ്പോൾ ഒരു കുരുടൻ വഴിയരികിലിരുന്ന് ഭിക്ഷ യാചിക്കുന്നുണ്ടായിരുന്നു. ജനക്കൂട്ടം കടന്നു പോകുന്ന ശബ്ദം കേട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അന്വേഷിച്ചു.
നസ്രായന യേശു കടന്നു പോകുന്നു എന്ന് അവൻ പറഞ്ഞു. അപ്പോൾ അവൻ വിളിച്ചു പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ യേശുവേ, എന്നിൽ കനിയണമേ. മുമ്പേ പോയിക്കൊണ്ടിരുന്നവർ നിശബ്ദനായിരിക്കാൻ പറഞ്ഞ് അവനെ ശകാരിച്ചു. അവനാകട്ടെ കൂടുതൽ ഉച്ചത്തിൽ, ദാവീദിൻ്റെ പുത്ര, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ചുകൊണ്ടിരുന്നു. യേശു അവിടെ നിന്നു അവനെ തൻ്റെ അടുത്തേക്ക് കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അവൻ അടുത്തു വന്നപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. യേശു പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ്റെ പിന്നാലെ പോയി. ഇത് കണ്ട് എല്ലാവരും ദൈവത്തെ സ്തുതിച്ചു. യേശുവിൽ പ്രിയമുള്ളവരെ, ലൂക്കാസ് സുവിശേഷത്തിൻ്റെ 18-ാം അധ്യായത്തിൽ നിന്നാണ് നമ്മൾ തിരുവചനങ്ങൾ കേട്ടത്. ഈശോ ജെറീക്കോയിലെത്തുമ്പോഴാണ് വഴിയരികിൽ ഭിക്ഷ യാചിച്ചുകൊണ്ടിരുന്ന ഒരു അന്ധയാചകൻ. കർത്താവ് ജനാരവം കേൾക്കുമ്പോൾ അവൻ അന്വേഷിച്ചു, ആരാണ്, എന്താണ് ഈ ഒച്ച കേൾക്കുന്നത്? ആരെങ്കിലും അവനോട് പറഞ്ഞു കാണും, കർത്താവായ യേശു കടന്നു പോകുന്നു. ഇതറിയും നിമിഷം അവൻ അത്യുച്ചത്തിൽ, ദാവീദിൻ്റെ പുത്ര യേശു, എന്നിൽ കനിയണമേ എന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. പലരും വഴി കൂടെ പോകുന്നവർ, യേശുവിൻ്റെ മുമ്പിൽ പോകുന്നവർ അവനോട് പറഞ്ഞു, നിശബ്ദനായിരിക്കും, നീ എന്തിനാണ് ഇങ്ങനെ അലറി വിളിക്കുന്നത്? എന്തിനാണ് നീ ഗുരുവിനെ ശല്യപ്പെടുത്തുന്നത്? പലരും നിരുത്സാഹപ്പെടുത്തി. പ്രിയമുള്ളവരെ, എന്നാൽ അവർ നിരുത്സാഹപ്പെടുത്തിയതിലേറെ ശക്തിയോടെ, പ്രത്യാശയോടെ, പ്രതീക്ഷയോടെ അവൻ അത്യുച്ചത്തിൽ വീണ്ടും വീണ്ടും ദാവീദിൻ്റെ പുത്ര യേശു, എന്നിൽ കനിയണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്, നിലവിളിക്കുകയാണ്. അവൻ്റെ ഈ നിലവിളിയാണ് കർത്താവിൻ്റെ കർണപുടങ്ങളിൽ എത്തുന്നത്. അവിടെ വരുമ്പോൾ അവൻ്റെ മുമ്പിൽ സമീപത്ത് വന്ന് ഈശോ നിൽക്കുകയാണ്. യാത്രയിലായിരുന്ന യേശു. എന്നിട്ട് അവൻ അരികിലേക്ക് വിളിച്ചിട്ട് ഈശോ അവനോട് ചോദിക്കുകയാണ്, വാട്ട് ഐ ക്യാൻ ഡു ഫോർ യു? എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? പ്രിയമുള്ളവർ, എത്രയോ നന്മ നിറഞ്ഞ, എത്രയോ കരുണ നിറഞ്ഞ വാക്കുകളാണ് അന്ധയാചകനോട് കർത്താവ് പറയുക. അവനോട് ചോദിക്കുക, ഞാൻ നിനക്ക് വേണ്ടി എന്താണ് ചെയ്തു തരേണ്ടത്? പ്രിയമുള്ളവർ, നമ്മളൊക്കെ മനുഷ്യരെ കാണുമ്പോൾ, പലരും നമ്മെ സമീപിക്കുമ്പോൾ ഈശോയെ പോലെ ചോദിക്കാൻ നമുക്ക് കഴിയുമായിരുന്നെങ്കിൽ ജീവിതങ്ങൾ എത്ര മനോഹരമാകുമായിരുന്നു. ഒരുവൻ നമ്മെ സമീപിക്കുമ്പോൾ, ഞാൻ എന്ത് നന്മയാണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത്? കണ്ടുമുട്ടുന്നവനോട്, ഞാൻ എന്താണ് നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് എന്ന് ഹൃദയം തുറന്ന് ചോദിക്കാൻ പോന്ന സ്നേഹത്തിൻ്റെ ഒരു ഹൃദയം നമുക്ക് ഈശോയെ പോലെ സ്വന്തമാകുമെങ്കിൽ ഈ ലോകം, സമൂഹം, കുടുംബം സ്വർഗമാകില്ലേ? പ്രിയമുള്ളവരെ, നമുക്ക് തിരിച്ചറിയാം യേശുവിൻ്റെ ആ ചോദ്യത്തിൻ്റെ പുറകിലെ നന്മ. അവൻ ഈശോയോട് പറയാണ്, കർത്താവ്, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. അവൻ പറഞ്ഞത് കാഴ്ച കിട്ടണമെന്നല്ല, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഒരു നാൾ അവന് കാഴ്ചയുണ്ടായിരുന്നു. ജീവിത വഴികളിൽ എവിടെയോ വെച്ച് അവന് കാഴ്ച നഷ്ടപ്പെട്ടു. നമ്മളും അവനും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണ്? നമുക്ക് കാഴ്ച നഷ്ടപ്പെട്ടിട്ടും കാഴ്ച നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ അറിയുന്നില്ല. എന്നാൽ അവന് തിരിച്ചറിയാൻ പറ്റി, എനിക്ക് കാഴ്ചയില്ല, എനിക്ക് എൻ്റെ കാഴ്ച എവിടെയോ നഷ്ടപ്പെട്ടിരിക്കുന്നു. ഹെലൻ കെല്ലർ എന്ന ലോക പ്രശസ്ത എഴുത്തുകാരി, അവൾ അന്ധയായിരുന്നു, ബധിരയായിരുന്നു. പക്ഷേ ലോകത്തെ അവൾ ചിന്തിപ്പിച്ച്, ലോകത്തെ ചലിപ്പിച്ചു. തൻ്റെ തൂലികയിലൂടെ, തൻ്റെ ഉൾക്കാഴ്ചയിലൂടെയാണ് അവൾ ലോകത്തെ ചലിപ്പിച്ചത്, ചിന്തിപ്പിച്ചത്. ഹെലൻ കെല്ലറിൻ്റെ മനോഹരമായ വാക്കുകളുണ്ട്. എന്താണ് അവളുടെ വാക്കുകൾ? അവൾ പറഞ്ഞു, കാഴ്ചയുണ്ടായിരുന്നിട്ടും കാണാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ അന്ധത. കാഴ്ച ഉണ്ടായിരുന്നിട്ടും കാണാതിരിക്കുക എന്നതാണ് ഏറ്റവും വലിയ അന്ധത. പ്രിയമുള്ളവരെ, ഈ അന്ധതയാണ് ഇന്ന് ലോകത്തെ നമ്മെ ഗ്രസിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് തിരിച്ചറിയാം. അതുകൊണ്ട് നമ്മൾ ഈ അന്ധയാചകനിൽ നിന്ന് ഒരിക്കലും വിഭിന്നരല്ല. പക്ഷേ നമ്മളും അന്ധയാചകനും തമ്മിലുള്ള വ്യത്യാസം, കാഴ്ചയില്ലാതിരുന്നിട്ടും കാഴ്ചയുണ്ട് എന്ന മട്ടിൽ നമ്മൾ ജീവിക്കുന്നു എന്നതാണ് ഈ അന്ധയാചകനെ നമ്മിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഇതുകൊണ്ട് തന്നെയാണ് കർത്താവ് അവൻ്റെ സമീപത്തുകൂടെ കടന്നു പോകുന്നതെന്നറിയുമ്പോൾ ഹൃദയം പൊട്ടുമാർ അത്യുച്ചത്തിൽ അവനെ വിളിക്കാൻ അവനെ പ്രാപ്തനാക്കിയത്. കർത്താവെ, എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടിരിക്കുന്നു, എനിക്കത് വീണ്ടും തരണം, എനിക്കത് വീണ്ടും കിട്ടണം. പ്രിയമുള്ളവരെ, കർത്താവ് അവനോട് പറഞ്ഞു, നിനക്ക് കാഴ്ചയുണ്ടാകട്ടെ,
നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. വചനം പറയുകയാണ്, തൽക്ഷണം അവന് കാഴ്ച ലഭിച്ചു. അവൻ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് ഈശോയെ അവൻ അനുഗമിച്ചു എന്നാണ് വചനം പറയുക. പ്രിയമുള്ളവരെ, അവൻ കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് എനിക്ക് കാഴ്ച തന്ന യേശുവിനോട് ഞാൻ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്നതിനെ തിരിച്ചറിഞ്ഞാണ് അവൻ കർത്താവിൻ്റെ പുറകെ പോകുക. പ്രിയമുള്ളവരെ, എനിക്ക് ഈ വചനത്തിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ളത്, അനുദിന ജീവിതത്തിൽ ദൈവമായ കർത്താവ് എത്രയോ വലിയ കൃപകളാണ്, ദാനങ്ങളാണ്, അനുഗ്രഹങ്ങളാണ് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിലൊക്കെ ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ദൈവത്തോട് എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന് പലപ്പോഴും തിരിച്ചറിയാതെയാണ് ജീവിക്കുന്നത്. നമ്മൾ ഇനിയും സ്വീകരിക്കാനുള്ള, ഇനിയും നേടാനുള്ള പലതിൻ്റെയും പുറകെ അതിൽ ശ്രദ്ധയർപ്പിച്ചു പോകുമ്പോൾ ദൈവം നൽകിയത് എന്തൊക്കെയാണ് എന്ന് തിരിച്ചറിയാതെ ഞാൻ എൻ്റെ കർത്താവിനോട് ഇനി ഞാൻ ചോദിച്ചതൊന്നും അവൻ നൽകിയില്ലെങ്കിൽ പോലും ഞാൻ എൻ്റെ ദൈവത്തോട് ഈ ജീവിതത്തിൽ ഇന്ന് വരെ എത്രയധികം കടപ്പെട്ടിരിക്കുന്നു എന്നറിയാതെ നമ്മൾ അന്ധരായി ജീവിക്കുകയാണ്. പ്രിയമുള്ളവരെ, ഇത് തിരിച്ചറിയാനുള്ള കാഴ്ച കർത്താവിനോട് ചോദിച്ചു വാങ്ങാൻ നമുക്ക് സാധിക്കണം. എങ്കിലേ കർത്താവ് ഇന്നോ നാളെയോ ഞാൻ ഉയർത്തുന്ന എൻ്റെ പ്രാർത്ഥനകളെ ദൈവം സ്നേഹത്തോടെ സ്വീകരിച്ച് എനിക്ക് മറുപടി ഉത്തരം നൽകുന്ന അനുഭവം ഉണ്ടാകുകയുള്ളൂ. ഇന്നലെ വരെ നൽകിയതിനോട് ഞാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് ദൈവസന്നിധി തിരിച്ച് അറിഞ്ഞ് തമ്പുരാന് നന്ദി പറയുമ്പോഴാണ്, പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം, നമ്മുടെ ജീവിതം വീണ്ടും ദൈവാനുഗ്രഹങ്ങൾക്കായി ഒരുക്കപ്പെടുക. സങ്കീർത്തകൻ്റെ വാക്കുകൾ നമ്മൾ ഓർക്കണം. സങ്കീർത്തകൻ പറഞ്ഞ, കർത്താവേ, നിൻ്റെ ദാനങ്ങൾക്ക് പകരമായി ഞാൻ എന്തു നൽകും? കർത്താവേ, നിൻ്റെ ദാനങ്ങൾക്ക് പകരമായി ഞാൻ എന്തു നൽകും? വേറെ ഒന്നും എനിക്ക് കാണാനില്ല ദൈവമേ, തരാനില്ല എൻ്റെ തമ്പുരാനെ. ഞാൻ രക്ഷയുടെ കാസായും എടുത്ത് കൃതജ്ഞതാ സ്തോത്രത്തിൻ്റെ ബലി അനുദിനം നിനക്ക് ഞാൻ അർപ്പിക്കും. പ്രിയമുള്ളവരെ, ദൈവത്തോട് ഞാൻ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്നൊരു കുടുംബം, ഒരു വ്യക്തി അറിയുമ്പോഴാണ് ഓടി ഓടി പള്ളിയിൽ പോകാൻ തോന്നുക. ദൈവത്തോട് ഞാൻ എത്ര കടപ്പെട്ടിരിക്കുന്നു എന്ന തിരിച്ചറിവ് ആഴപ്പെടുമ്പോഴാണ് സമയം തെറ്റാൻ നിഷ്ഠയോടെ കുടുംബ പ്രാർത്ഥനയ്ക്ക് അണയാൻ പറ്റുക. ദൈവത്തോട് ഞാൻ എത്രമാത്രം കടപ്പെട്ടിരിക്കുന്നു എന്ന് തിരിച്ചറിയുന്ന ഒരുവനാണ് ആ ദൈവത്തെ ഞാൻ ഒരു പാപം വഴി വേദനിപ്പിക്കുമ്പോൾ കാലതാമസം വരുത്താതെ ഓടിപ്പോയി കുമ്പസാരത്തിൽ എൻ്റെ ദൈവം എനിക്ക് തെറ്റിപ്പോയി എന്ന് ഏറ്റുപറഞ്ഞ് കുമ്പസാരിക്കാൻ പറ്റുക. പലപ്പോഴും ഞാൻ എൻ്റെ ദൈവത്തോട്, എൻ്റെ പ്രിയപ്പെട്ടവരോട് എത്രയധികമായി കടപ്പെട്ടിരിക്കുന്നു എന്ന ആ ദൈവിക കാഴ്ച നഷ്ടപ്പെടുന്നിടത്താണ് പ്രിയമുള്ളവരെ ജീവിതം തന്നെ വഴിതെറ്റിപ്പോകുക, ജീവിതം തന്നെ ദുരിതമായി മാറുക. നമുക്ക് തിരിച്ചറിയാം. ദൈവസന്നിധിയിൽ ആ കാഴ്ചയ്ക്ക് വേണ്ടി തമ്പുരാനോട് നമുക്കൊന്ന് ചേർന്ന് ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. പിതാവായ ദൈവമേ, ഈ പ്രഭാതത്തിൽ ഞങ്ങളൊന്ന് ചേർന്ന് അങ്ങേ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഓ കർത്താവായ ദൈവമേ, അവിടെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അനുനിമിഷം അനുദിനം ചൊരിയുന്ന എണ്ണമറ്റ കൃപകളെ ഓർത്ത് അനുദിനം നിൻ്റെ പരിശുദ്ധ നാമത്തെ വാഴ്ത്തുവാൻ പരിശുദ്ധാത്മാവിൽ ഞങ്ങളുടെ കണ്ണുകളെ, ആന്തരിക നയനങ്ങളെ തുറന്നു തരണമേ എന്ന് ദൈവമേ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾ അങ്ങയോട് എത്രയധികമായി കടപ്പെട്ടിരിക്കുന്നു എന്നതിനെ ആഴത്തിൽ തിരിച്ചറിയുവാനും ഈശോയെ അങ്ങേക്ക് സമർപ്പിതരായി ഞങ്ങൾ ഓരോരുത്തരും മാറുവാനും അങ്ങയുടെ കൃപയാൽ നീ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ആന്തരിക നയനങ്ങളെ തുറന്നു തരുന്ന ദൈവമാണ് അവിടുന്ന്. പരിശുദ്ധാത്മാവെ, ദൈവം ഞങ്ങളെ കാണുന്നത് പോലെ ഞങ്ങളെ തന്നെ കാണുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ ബുദ്ധിയിലേക്ക്, ചിന്തയിലേക്ക് അവിടുന്ന് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ ആന്തരിക നയനങ്ങളെ തുറന്നു തരണമേ. ദൈവിക കാഴ്ചയുള്ളവരാകുവാൻ നീ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അമ്മ ദൈവമാതാവെ, സ്വർഗത്തിലായിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അമ്മ ഈശോയോട് എപ്പോഴും മാധ്യസ്ഥം യാചിക്കണമേ. സ്വർഗത്തിലായിരിക്കുന്ന വിശുദ്ധരെ, ജീവിത വഴികളിൽ നിങ്ങൾ കടന്നു പോയപ്പോൾ ഈ ലോകത്തിൽ ബഹുഭൂരിപക്ഷം പേർക്കും ഇല്ലാതെ പോയ ആ ദൈവിക കാഴ്ചയോടെ നിങ്ങൾ ജീവിതത്തെ നോക്കി, മനുഷ്യരെ നോക്കി, ലോകത്തെ നോക്കി ദൈവത്തെ കണ്ടു. അതുകൊണ്ടാണ് വ്യത്യസ്തമായൊരു ജീവിതം നയിച്ച്
ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും വിശുദ്ധിയുടെ ഉന്നതങ്ങളിലേക്ക് ഉയരുവാനും നിങ്ങൾക്ക് സാധിച്ചത്. ആ വലിയ കൃപ ഞങ്ങൾക്ക് ലഭിക്കുവാൻ നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ഞങ്ങളെ കാക്കുന്ന കാവൽ മാലാഖമാരെ, സ്വർഗീയ ദൂതരെ ജീവിത വഴികളിൽ എപ്പോഴും ഞങ്ങളോടൊപ്പമായിരുന്നു ഞങ്ങൾക്ക് സംരക്ഷണം നൽകി അനുഗ്രഹിക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനം തകരരുതേ. നിന്നെ കാണും നിന്റെ ദൈവം കൂടെയുണ്ടല്ലോ. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനം തകരരുതേ. നിന്നെ കാണും നിന്റെ ദൈവം കൂടെയുണ്ടല്ലോ. ദൂർത്തനായി നീ അലഞ്ഞിടില, ആർത്തനായി നിന്നെ തേടും താതൻ. നാശകരമാം വഴിയിൽ നിന്ന് കരകയറ്റും നല്ലിടയൻ. തകർന്നിടേണ്ട പൊന്മകനെ താങ്ങായി ദൈവം കൂടെയുണ്ട്. തകർന്നിടേണ്ട പൊന്മകനെ താങ്ങായി ദൈവം കൂടെയുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനം തകരരുതേ. നിന്നെ കാണും നിന്റെ ദൈവം കൂടെയുണ്ടല്ലോ. സ്വന്ത ബന്ധങ്ങളെ
വളർച്ചയിൽ കണ്ണും നട്ട് കാത്തിരിക്കും പിതാവും അമ്മയും തിരിച്ചു വരിക പൊന്മകനെ, താങ്ങായി ദൈവം കൂടെയുണ്ട്. തിരിച്ചു വരിക പൊന്മകനെ, താങ്ങായി ദൈവം കൂടെയുണ്ട്. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനം തകരരുതേ. നിന്നെ കാണും നിന്റെ ദൈവം കൂടെയുണ്ടല്ലോ. കഴിഞ്ഞ കാലങ്ങളെ ഓർത്ത് മനം തകരരുതേ. നിന്നെ കാണും നിന്റെ ദൈവം കൂടെയുണ്ടല്ലോ. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ ദിനത്തിൻ്റെ ആശീർവാദ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ലോകമെമ്പാടും TV സ്ക്രീനിൻ്റെ മുമ്പിലായിരുന്ന വചനം കേട്ടും പ്രാർത്ഥിച്ചുമായിരിക്കുന്ന അനേകായിരങ്ങളോട് ചേർന്ന് ഒരു മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കാം. കത്തോലിക്കാ തിരുസഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന പരിശുദ്ധ ലിയോ 14 പാപ്പയോടും കർദിനാൾമാരോടും മെത്രാന്മാരോടും വൈദികരോടും എല്ലാവരോട് ചേർന്ന് ഒരു മനസ്സോടെ നമ്മുടെ നിയോഗങ്ങളെ, പ്രാർത്ഥനകളെ സ്വർഗത്തിൻ്റെ നല്ല ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഉയർത്താം. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും പീഡനങ്ങളിലും മർദ്ദനങ്ങളിലും നീതി നിഷേധങ്ങളിലൊക്കെ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ഒരുപാട് മക്കളുണ്ട്. അവരെ ഓരോരുത്തരെയും ഈ പ്രാർത്ഥനാ നിമിഷങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് നമുക്കൊന്ന് ഉയർന്ന് സമർപ്പിക്കാം. സ്വർഗത്തിൻ്റെ നല്ല ദൈവം തൻ്റെ നല്ല നിക്ഷേപങ്ങളിൽ നിന്ന് നമുക്ക് ആവശ്യമായതെല്ലാം ഈ ആശീർവാദവേളയിൽ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് TVയുടെ ഈ പ്രഭാത വിരുന്ന ശുശ്രൂഷയ്ക്ക് നിങ്ങളേവരും നൽകിക്കൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകൾക്കും പ്രോത്സാഹനങ്ങൾക്ക് യേശുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങളേവർക്കും നന്ദി പറയുകയാണ്. തീർച്ചയായും നിങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകളാണ് ഈ ശുശ്രൂഷയെ ഓരോ പ്രഭാതത്തിലും വലിയ അനുഗ്രഹമായ അഭിഷേകമായി അനേകായിരങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി തുടർന്ന് നിങ്ങൾ അർപ്പിക്കുന്ന ബലികളിലും നൊവേന പ്രാർത്ഥനകളിലും ജപമാലകളിലൊക്കെ ഈ ശുശ്രൂഷയെ ഓർക്കണമേ എന്ന് ഈശോയുടെ നാമത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. തീർച്ചയായും മരിയം കൂടാരങ്ങളിൽ പ്രേക്ഷിതമൊക്കെ രാപകൽ നിങ്ങൾ ഓരോരുത്തരുടെ നിയോഗങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനയിലാണ്. സ്വർഗത്തിൻ്റെ നല്ലവനായ ദൈവം തക്ക സമയത്ത് നിങ്ങളുടെ ജീവിതകാര്യങ്ങളിൽ ഇടപെട്ട് തൻ്റെ മഹത്വവും കരുതലും കരുണയും വെളിപ്പെടുത്തട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. യേശുവിൻ്റെ അനുഗ്രഹ നാമത്തിൽ നിങ്ങളേവർക്കും നല്ലൊരു ദിനം നേരുന്നു. ആമേൻ.